ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ സമുദ്ര ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് 69,725 കോടി രൂപയുടെ സമഗ്ര പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ന്യൂഡൽഹിയിൽ ഇക്കാര്യം അറിയിച്ചത്. എല്ലാ പദ്ധതികളുടെയും നിർവഹണം നിരീക്ഷിക്കുന്നതിനായി ദേശീയ കപ്പൽ നിർമ്മാണ ദൌത്യം സ്ഥാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ബിരുദാനന്തര മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള വിപുലീകരണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതായും ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര സഹായത്തോടെ 5000 PG സീറ്റുകളും 5023 MBBS സീറ്റുകളും സൃഷ്ടിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 10 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ ഉൽപാദനക്ഷമതാ ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കൃഷി മന്ത്രാലയം നിയോഗിച്ച കേന്ദ്ര സംഘം ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സന്ദർശിച്ചു. കുട്ടനാട്ടിലെ നെൽകൃഷി വികസനത്തിനായി പ്രത്യേക നിർദ്ദേശം ഉൾപ്പെടുത്തി കേന്ദ്ര കൃഷിമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് കേന്ദ്ര സംഘം അറിയിച്ചു. കൊച്ചി കളമശ്ശേരിയിൽ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരള പൊതുസേവനാവകാശ ബില്ലിന്റെ കരടും മന്ത്രിസഭ അംഗീകരിച്ചു. സംസ്ഥാനത്തെ സർവകലാശാലാ നിയമങ്ങളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കരട് ബില്ലിനും അംഗീകാരമായി. മാതൃഭാഷയിലുള്ള പഠനം കുട്ടികളുടെ സമഗ്ര വികസനത്തിന് അനിവാര്യമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മലയാളം മീഡിയം സ്കൂളുകൾക്കൊപ്പം തമിഴ്, കന്നഡ തുടങ്ങിയ ഭാഷാ ന്യൂനപക്ഷ സ്കൂളുകളുടെ സംരക്ഷണത്തിനും പുരോഗതിക്കും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഷൂട്ടിംഗ് ജൂനിയർ ലോകകപ്പ് ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 50 മീറ്റർ റൈഫിൾ പ്രോൺ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. 69 അംഗ ടീമാണ് ഇന്ത്യയ്ക്കായി മത്സരിക്കുന്നത്. അടുത്ത മാസം 2 വരെയാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച വിവിധ സമ്മാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഓൺലൈൻ ലേലത്തിൽ സജീവമായി പങ്കെടുക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക ഗംഗാനദിയുടെ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനുമായുള്ള നമാമി ഗംഗ സംരംഭത്തിന് നൽകുമെന്ന് സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ പ്രധാനമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126 പതിപ്പ് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും മറ്റന്നാൾ വരെ പങ്കുവയ്ക്കാം. ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ 21 സ്ത്രീകളടക്കം 71 മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നയം അനുസരിച്ച് കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് 50,000 രൂപ വീതം നൽകുമെന്നും നൈപുണ്യ വികസന പരിശീലനം ഉൾപ്പെടെയുള്ള മറ്റ് സൌകര്യങ്ങൾ ഒരുക്കുമെന്നും അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് യാനം എന്ന പേരിൽ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് PA മുഹമ്മദ് റിയാസ്. യാനത്തിന്റെ ആദ്യ പതിപ്പ് അടുത്ത മാസം 17, 18, 19 തീയതികളിൽ വർക്കല ക്ലിഫിലെ രംഗകലാ കേന്ദ്രത്തിൽ നടക്കും. സഞ്ചാര മേഖലയിലെ എഴുത്തുകാരെയും പ്രൊഫഷണലുകളെയും കോർത്തിണക്കിയാണ് കേരളം പുതിയ ഉദ്യമത്തിന് തുടക്കമിടുന്നത്. കേരളം 2050 കാർബൺ ന്യൂട്രൽ ആകുക എന്ന ലക്ഷ്യം മുൻനിർത്തി നീതി ആയോഗും KSEBയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശൂന്യ EV കോൺക്ലേവ് 2025 നാളെ നടക്കും. തിരുവനന്തപുരത്ത് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ഒക്ടോബർ 15 വരെ രജിസ്റ്റർ ചെയ്യാം. 15 മുതൽ 25 വയസ്സുവരെ പ്രായമുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. myBharat.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സംസ്ഥാനതല മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ജനുവരിയിൽ നടക്കുന്ന ദേശീയതല മത്സരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംവദിക്കാൻ അവസരമുണ്ടാകും. ട്രഷറിയിൽ പെൻഷൻ, സേവിംഗ്സ് ബാങ്ക് എന്നിവ വഴിയുള്ള പണമിടപാടുകൾ ഒക്ടോബർ മാസം 3 ലഭ്യമാകുമെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ ട്രഷറികളിലെ ക്യാഷ് ബാലൻസ് സെപ്റ്റംബർ 30 പൂർണ്ണമായും ഏജൻസി ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട സാഹചര്യത്തിലാണിത്. ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ആദ്യ നോഡായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള ടെൻഡർ നടപടികൾ കേരളം പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷം രാജ്യത്ത് അനുവദിക്കപ്പെട്ട 12 വ്യാവസായിക ഇടനാഴികളിൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ഒക്ടോബർ 2 രാവിലെ 8 മുതൽ സംഘടിപ്പിക്കുന്ന ആദ്യാക്ഷരവേദിയിൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.